തലപതി വിജയനെ വെച്ച് ഡയറക്റ്റ് ചെയ്തത് മാത്രമല്ല, ഗോട്ടിന് മുന്നേ വിജയനെ നെഗറ്റീവ് ഷെയ്ഡിൽ ഒരേ ഒരു തവണ കരിയറിൽ കണ്ടിട്ടുള്ളത് സർ ഡയറക്റ്റ് ചെയ്തതാണ്. പുതിയൊരു വിജയനെ സമ്മാനിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയ പൃഥ്വിരാജിനെ സമ്മാനിക്കുക, പുതിയ സുരേഷ് ഗോപിയെ സമ്മാനിക്കുക. ഞാൻ മാധവ് സുരേഷാണ്, ഞാൻ മാധവ് സുരേഷായിട്ട് വളർന്നോട്ടെ. ബാക്കി വഴി വെച്ച് നമുക്ക് കണ്ടറിയാം. ഗഗനചാരിയിൽ അങ്ങനെ ഒരു ഡയലോഗ് വന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഉണ്ടായിരുന്നു അങ്ങനെ? ഓക്കെ, സോറി, ഞാനപ്പോൾ അത്രയും ശ്രദ്ധിച്ചിട്ടില്ല, സോറി. ഈ ഒരു ഡയലോഗ് കുമ്മാട്ടിക്കളിയിലോട്ട് വരുന്നത് അഗൈൻ ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഒരു ജനറേഷൻ ബിഫോർ യു, ഒരു ആക്ടറായിട്ടുള്ള സമയത്ത് അവർ ചെയ്തൊരു ലൈൻ ഓഫ് വർക്ക് ഒരുപാട് റെക്കഗ്നൈസ്ഡ് ആണെങ്കിൽ അത് ആ സെക്കൻഡ് ജനറേഷനോ തേർഡ് ജനറേഷനോ റിപ്പീറ്റ് ചെയ്ത് കാണുന്നത് എന്നും പ്രേക്ഷകർക്ക് ഒരു ഹാപ്പി മൊമെന്റോ അല്ലെങ്കിൽ ഒരു സെൻസ് ഓഫ് എക്സൈറ്റ്മെന്റോ കൊടുക്കുന്നൊരു സാധനമാണ്. കുമ്മാട്ടിക്കളിയിലെ സ്ക്രിപ്റ്റിൽ ഇങ്ങനെ ഒരു സാധനം ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ സിനിമ കണ്ടിട്ടുള്ള ഒരാളാണ്. ആ ഡയലോഗ് അത്യാവശ്യം ഫേമസ് ആയ ഡയലോഗുമാണ്. ആൻഡ് അസീസിക്ക ആണ് അവിടെ ചോദിക്കുന്നത് ട്രെയിലറിൽ വന്നിട്ടുള്ള ആ ചോദ്യം ചോദിച്ചതിന് റൊമാൻസ് അല്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ എന്നൊരു ചോദ്യം വന്നാൽ അപ്പം ആപ്റ്റായിട്ട് തോന്നി എനിക്ക് അവിടെ. അതുക്കും മേലെ എന്ന് പറയാനായിട്ടുള്ളത് ആപ്റ്റായിട്ട് തോന്നി. തമിഴ് ഒരുപാട് ഇതിൻ്റെ ക്യാരക്ടർ പറയുകയാണെങ്കിൽ തമിഴിന് ഒരു പ്രാധാന്യം കൊടുത്തിട്ടുള്ള മലയാളം സിനിമ തന്നെയാണ് കുമ്മാട്ടിക്കളി. സോ അതുക്കും മേലെ എന്നുള്ളൊരു തമിഴ് ഡയലോഗും ഈ സുരേഷ് ഗോപി റിസംബ്ലൻസും അതിന് വരും. ആൻഡ് ഓൾസോ മോർ ദൻ എനിത്തിങ് ഇറ്റ് മേക്ക് സെൻസ്. ആ ഒരു സീനിന് ഒരുപാട് സെൻസ് ഉണ്ടാക്കി. സെൻസ് ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഇത്ര ഒരു കണക്റ്റ് ആ ഡയലോഗിന് വരത്തില്ല പറഞ്ഞത്. സോ ഐ ഗസ് സ്ക്രിപ്റ്റിലില്ലാത്തതായിരുന്നു, കയ്യിൽ നിന്ന് വന്നതാണ്, ചെയ്തപ്പോൾ സാറിന് അത് ഇഷ്ടപ്പെട്ടു. സോ അത് സിനിമയിലോട്ട് വന്നു. ഇപ്പം ഡയറക്ടർ സാറിൻ്റെ ഫിലിമോഗ്രാഫി നോക്കുമ്പോൾ 2 വട്ടം വിജയ് സാറിൻ്റെ വെച്ച് പടം ചെയ്തത്. അപ്പം മലയാളത്തിലൊരു വിജയിനെ സമ്മാനിക്കാനാണോ അതോ ഇത് പറയുമ്പോൾ തന്നെ പേടി ഉണ്ടായിരുന്നു? കാരണം 2 വട്ടം വിജയ് വെച്ച് പടം ചെയ്തൊരു ഡയറക്ടർ ഇങ്ങനെ ഇപ്പോൾ വന്നൊരു ഈ ഒരു ഇത് പറയുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? 2 വട്ടം തലപതി വിജയനെ വെച്ച് ഡയറക്റ്റ് ചെയ്തത് മാത്രമല്ല, ഗോട്ടിന് മുന്നേ വിജയനെ നെഗറ്റീവ് ഷെയ്ഡിൽ ഒരേ ഒരു തവണ കരിയറിൽ കണ്ടിട്ടുള്ളത് സർ ഡയറക്റ്റ് ചെയ്തതാണ്. ആൻഡ് പുതിയൊരു വിജയനെ സമ്മാനിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയ പൃഥ്വിരാജിനെ സമ്മാനിക്കുക, പുതിയ സുരേഷ് ഗോപിയെ സമ്മാനിക്കുക. ഞാൻ മാധവ് സുരേഷാണ്, ഞാൻ മാധവ് സുരേഷായിട്ട് വളർന്നോട്ടെ. ബാക്കി വഴി വെച്ച് നമുക്ക് കണ്ടറിയാം. ഈ ഒരു സബ്ജക്റ്റ് പറയുമ്പോൾ പേടി ഉണ്ടായിരുന്നു? കാരണം വിജയ് സാറിനെ പോലത്തെ ആൾക്കാരെ വെച്ച് പടം ചെയ്തുകൊണ്ട് ഈ ഡയറക്ടറായിട്ട് ഇനി വരുമ്പോൾ ഒരു ഹിറ്റ് സമ്മാനിക്കുന്നൊരു നമ്മുടെ ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു. ഒരു ഡയറക്ടറും ഒരു ആക്ടറും ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരു ടെക്നീഷ്യനും ഒരു ഹിറ്റ് സമ്മാനിക്കണം എന്നല്ലാതെ ഒരു ചിന്താഗതി വെച്ച് പൊട്ടപ്പടം ചെയ്യണം എന്ന് പറഞ്ഞൊരു ചിന്താഗതി വെച്ച് ആരും ഒരു സിനിമ തുടങ്ങാറില്ല. അതേപോലെ തന്നെ ഒരു ഹിറ്റ് സമ്മാനിക്കണമെന്ന് വിചാരിച്ച് തന്നെയാണ് കുമ്മാട്ടിക്കളിയിൽ ഞാൻ വർക്ക് ചെയ്ത JSK ആണെങ്കിലും നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഹിറ്റാവോ ആൾക്കാർ കാണുമോ ഇതെല്ലാം തീരുമാനിക്കേണ്ടത് പ്രേക്ഷകർ തന്നെയാണ്. പ്രേക്ഷകർക്ക് ആ കണക്ട് ഈ സിനിമയിലോട്ട് വരാനുള്ള കുറേ ഫ്രാഗ്മെൻറ്റ്സ് വിൻസെൻ്റ് സാറിൻ്റെ ക്രിയേറ്റിവിറ്റി വഴി വന്നിട്ടുണ്ട് എന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. അത് പ്രേക്ഷകരിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരൊരു പരിധി കൂടുതൽ തിയേറ്ററിൽ കയറി കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമ വിജയിക്കും. അല്ലാതെ നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്തു കഴിഞ്ഞു. ബാക്കി ഇനി പ്രേക്ഷകരുടെ റിസപ്ഷൻ പോലെ ഇരിക്കും.